ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ലേണിംഗ് ബഡ്ഡി. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് ഹൗ എ ഈസ് ഇമ്പാക്റ്റിംഗ് ടു എ കരിയർ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന നമ്മൾ എല്ലാ ഫീൽഡിലും തന്നെ, നോട്ട് ഓൺലി ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സ് മാത്രമല്ല, എവിടെ പോയാലും കേൾക്കുന്ന ഒരു ഫ്രേസാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓർ AI ടൂൾസ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ ഈവൻ സിമ്പിളായിട്ടൊരു ബൊട്ടീക്ക് നടത്തുന്നവരാണെങ്കിൽ പോലും അവരുടെ ആഡിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം AIs ആണ് യൂസ് ചെയ്യുന്നത്, അല്ലേ? സോ അപ്പം എല്ലായിടത്തും AI ഇമ്പാക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ടെക്നിക്കൽ ജോബിലോട്ട് വരുന്നവർക്കും അതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡൗട്ടാണ്, വിൽ AI റീപ്ലേസ് അസ്? നമ്മളെ AI റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് ഒരു കാര്യം, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. If you are a manual tester, QA lead, QA manager, or SDET, അല്ലെങ്കിൽ ഈവൻ ജസ്റ്റ് ഒരു ഓട്ടോമേഷൻ ടെസ്റ്റർ ആരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് എങ്ങനെയാണ് AI നമ്മളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻ 2026 ആൻഡ് കമ്മിങ് ഇയേഴ്സ്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. AI is transforming software development at an incredible pace. നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വരുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസൈനേഴ്സ് അവരുടെ ഡിസൈനിങ് ജോബിൽ, ഇപ്പം ബിസിനസ് അനലിസ്റ്റുകൾ അവരുടെ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളിൽ, ഡെവലപ്പേഴ്സ് അവർ കോഡിങ്ങിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളിൽ, ടെസ്റ്റേഴ്സ് ആണെങ്കിലോ അവരുടെ ഈ ബിസിനസ് റിക്വയർമെൻറ്റ്സ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും, അതുപോലെ കോഡിങ് സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ സ്ക്രിപ്റ്റിംഗ് കൂടുതൽ ഫാസ്റ്റ് ആക്കാനും, അതിൽ ബഗ്സ് ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാം നമ്മളെല്ലാ മേഖലയിലും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് AI എന്ന് പറയുന്നത്. സോ ഈ AI നമ്മളുടെ ടെസ്റ്റേഴ്സിൻ്റെ ജോബിനെ ഡിസപ്പിയർ ചെയ്യുമോ? ഷോർട്ടായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ നോ, ഡെഫിനറ്റ്ലി നോ. ബട്ട് AI നമുക്കറിയാമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ AI നമ്മളുടെ ഒരു അസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളുടെ കരിയർ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എല്ലാ രീതിയിലും. ലെറ്റ്സ് സീ വാട്ട്സ് റിയലി ഹാപ്പനിങ്. ഫസ്റ്റ് തിങ്, AI is helping in repetitive QA tasks like writing test cases, validating the test cases, understanding the business requirements. Definitely automation scripting help ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിഗ്രഷൻ സ്യൂട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്യാപ്പ് ഇൻ ദ ടെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആൻഡ് ദ റിക്വയർമെൻറ്റ്സ്. ഇതെല്ലാം ഇങ്ങനെയുള്ള റിപ്പീറ്റീവ് ടാസ്ക് എല്ലാം പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് AI യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് ChatGPT, ഇപ്പം നിങ്ങൾക്കൊരു യൂസർ സ്റ്റോറി കിട്ടി ആൻഡ് ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ, just copy paste into ChatGPT and ask generate positive, negative and bounded test cases for this particular user story. Then you will get a set of ടെസ്റ്റ് കേസസ്, അല്ലേ? നമ്മൾ പണ്ട് ഒരു 1 hour അല്ലെങ്കിൽ 2 hours എടുത്ത് ടെസ്റ്റ് കേസ് എഴുതി വരുന്ന ആ ടൈം ഇപ്പം ആവശ്യമില്ല. വിതിൻ ഫ്യൂ മിനിറ്റ്സ് നമുക്ക് നമ്മുടെ ഇൻ ഹാൻഡ് ഇത് റെഡി ആയിട്ടാണ് കിട്ടുന്നത്. സെക്കൻഡ് പോയിന്റ്, AI ഹെൽപ്സ് ഇൻ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റിംഗ് ഫാസ്റ്റർ. ഇപ്പം സെലീനിയം ആയിക്കോട്ടെ, പ്ലേറൈറ്റ് ആയിക്കോട്ടെ, വാട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓർ ഫ്രെയിം വർക്ക് എന്തും ആയിക്കോട്ടെ, ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു ലൊക്കേറ്റേഴ്സിൻ്റെ സ്ക്രീൻഷോട്ട്, അതുപോലെ നിങ്ങളുടെ ടെസ്റ്റ് കേസിൻ്റെ സ്ക്രീൻഷോട്ട് ആ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഏതൊരു AI ടൂൾ ലൈക്ക് ChatGPT ഓർ Claude AI അവിടെ കൊണ്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ദെൻ പറയുക റൈറ്റ് സെലീനിയം കോഡ് ഓർ പ്ലേറൈറ്റ് കോഡ് ഫോർ ദിസ് പർട്ടിക്കുലർ ടെസ്റ്റ് കേസ്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് ജനറേറ്റ് ആയി കിട്ടും വിതിൻ ഫ്യൂ മിനിറ്റ്സ്. പക്ഷേ മേക്ക് ഷുവർ ചെയ്യണം, ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ടെസ്റ്റർ എന്നുണ്ടെങ്കിൽ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം അത് പ്രോപ്പറാണെന്നുള്ളത്. ഓക്കെ, ബിഫോർ ഫൈനൽ സബ്മിഷന് മുന്നേ നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ടി വരും, അത് വേറൊരു കാര്യം. പക്ഷെ എന്നിരുന്നാലും പണ്ട് നമ്മൾ അവേഴ്സ് എടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ബഗ്സ് വരുന്നത്, അല്ലേ? നമ്മളിപ്പം എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റർ എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഓട്ടോമേഷൻ ടെസ്റ്റർ ഓർ QA ആണെന്ന് പറഞ്ഞാൽ പോലും, നമ്മൾ പലപ്പോഴും കോഡ് എഴുതി വരുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എക്സിക്യൂഷൻ ആയിരിക്കത്തില്ല സംഭവിക്കുക, അല്ലെങ്കിൽ n നമ്പർ ഓഫ് എറേഴ്സ് അല്ലെങ്കിൽ ബഗ്സ് അവിടെ ഉണ്ടായിരിക്കും. അപ്പം എന്ത് ചെയ്യണം, ജസ്റ്റ് അത് കോപ്പി പേസ്റ്റ് ചെയ്യുക, ChatGPT ഓർ Claude AI whatever അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ദിസ് ആൻഡ് തിങ്സ് നമുക്ക് കറക്റ്റ് ചെയ്താൽ മതി, നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. തേർഡ് പോയിന്റ്, അത് കൂടുതൽ മാനുവൽ ടെസ്റ്റേഴ്സ് ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്. മാനുവൽ ടെസ്റ്റിംഗ് ഇസ് ഇവോൾവിംഗ്. കമ്പനീസ് ഇൻക്രീസിംഗ്ലി എക്സ്പെക്ട് ടെസ്റ്റേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ്സ്, യൂസ് AI tools effectively, analyze requirements critically, think like end users,
പ്യുവർ എക്സിക്യൂഷൻ ബേസ്ഡ് ടെസ്റ്റിംഗ് ഇസ് ബിക്കമിങ് ലെസ് വാല്യൂബിൾ. ഓക്കെ, ആൻഡ് എക്സ്പ്ലോറേറ്റഡ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിസ്ക് അനാലിസിസ് ആർ ബിക്കമിങ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയുമ്പം എപ്പോഴും തന്നെ കംപ്ലീറ്റ്ലി നമുക്കൊരു A tool കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. ഇപ്പം ഒരു ആസ് എ യൂസർ ആൻഡ് പെർസ്പെക്റ്റീവ് ചിന്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഹ്യൂമൻ ബീങ് നിങ്ങൾ ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഇപ്പം മാനുവൽ ടെസ്റ്റിങ്ങിൽ മാത്രമേ വർക്ക് ചെയ്യുന്നവർ നോ വറീസ്, എന്താ പറയുക, നിങ്ങളെ കംപ്ലീറ്റ്ലി റിപ്ലേസ് ചെയ്യുന്ന ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളുടെ റോൾ അവിടെ ആവശ്യമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾക്ക് AI ടൂൾ യൂസ് ചെയ്യാനുള്ള സ്കില്ലുണ്ടായിരിക്കണം, പ്ലസ് ഓട്ടോമേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം എനിക്ക് വരുന്ന ഏറ്റവും കൂടുതലുള്ളൊരു കൊറിയാണ്, അവരിപ്പം വർക്ക് ചെയ്യുന്നത് മാനുവൽ ടെസ്റ്റിങ്ങിലാണ്. അപ്പം അല്ലെങ്കിൽ പുതുതായിട്ട് മാനുവൽ ടെസ്റ്റിങ്ങിലോട്ട് പോകുന്നവർക്കുള്ളൊരു ഡൗട്ടാണ്, മാനുവൽ ടെസ്റ്റിംഗ് മാത്രം കൊണ്ട്, കാരണം അത് ഈസിയാണെന്നുള്ളൊരു എന്താ പറയുക ഒരു മിത്ത്. അപ്പം അത് മാത്രം പഠിച്ചുകൊണ്ട് ടെസ്റ്റിങ്ങിൽ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് പറ്റുമോ? അതിൻ്റെ ഒരു ആൻസർ ഞാൻ പറയട്ടെ, നോ എന്നേ പറയത്തുള്ളൂ. ഈവൻ കമ്പനീസിന് അവർക്ക് ജസ്റ്റ് മാനുവൽ ടെസ്റ്റിംഗ് വർക്ക് മാത്രമേ ഉള്ളെങ്കിൽ പോലും നിങ്ങൾ ആ JD ഓർ റിക്വയർമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരവിടെ അറ്റ്ലീസ്റ്റ് AIയുടെ ഒരു വേർഡെങ്കിലും സ്പെസിഫൈ ചെയ്ത് കാണും. ഇപ്പോൾ കാര്യം പറയുന്നത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒപ്പം തന്നെ പ്ലസ് ഓട്ടോമേഷൻ. ഈവൻ നിങ്ങളുടെ ടാസ്ക്, നിങ്ങൾ ഡെയിലി ടാസ്കിൽ ഓൺലി മാനുവൽ ടെസ്റ്റിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സ്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, വാട്ട് AI റിയലി കനോട്ട് റിപ്ലേസ്. അല്ലെ, എന്തുകൊണ്ട് അല്ലെങ്കിൽ AIക്ക് എന്തൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒന്നെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു എൻഡ് യൂസർ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാനായിട്ട്, ഒരു ഹ്യൂമൻ ബീങ് നമുക്ക് ചിന്തിക്കാനായിട്ട് AIക്ക് പറ്റത്തില്ല. നമ്മൾ പറയും AI ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നതെന്നേ പറയാൻ പറ്റില്ല. ഒരിക്കലും നമുക്കൊരു ഹ്യൂമൻ ബീങ് ആണ് AI എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ ഒക്കത്തില്ല അല്ലേ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടെസ്റ്ററിൻ്റെ ആവശ്യം അവിടെ വരുന്നുണ്ട്, ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട്. സോ അണ്ടർസ്റ്റാൻഡിങ് ദി ബിസിനസ് കോണ്ടെക്സ്റ്റ്, അത് മനസ്സിലാക്കാനായിട്ടും ഒരു ഹ്യൂമൻ ബീങ് വേണം. അതിൽ ഐഡൻറ്റിഫൈങ് അൺഎക്സ്പെക്റ്റഡ് യൂസർ ബിഹേവിയർ, ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ഒരു ആക്ച്വൽ ഹ്യൂമൻ തന്നെ വേണം. അപ്പോൾ ഇവാലുവേറ്റിംഗ് യൂസബിലിറ്റി അല്ലേ, ഇതൊക്കെ നമുക്ക് ഒരിക്കലും ഒരു AI ടൂൾ യൂസ് ചെയ്യുന്നത് മാത്രം അല്ലെങ്കിൽ ഓട്ടോമേഷൻ ടൂൾ യൂസ് ചെയ്യുന്നത് മാത്രമായിട്ട് ചെയ്യാനോ ഒക്കത്തില്ല. നെക്സ്റ്റ് പോയിന്റ്, വാട്ട് AI റിയലി കനോട്ട് റിപ്ലേസ്. അല്ലെ, എന്തുകൊണ്ട് അല്ലെങ്കിൽ AIക്ക് എന്തൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒന്നെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു എൻഡ് യൂസർ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാനായിട്ട്, ഒരു ഹ്യൂമൻ ബീങ് നമുക്ക് ചിന്തിക്കാനായിട്ട് AIക്ക് പറ്റത്തില്ല. നമ്മൾ പറയും AI ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നതെന്നേ പറയാൻ പറ്റില്ല. ഒരിക്കലും നമുക്കൊരു ഹ്യൂമൻ ബീങ് ആണ് AI എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ ഒക്കത്തില്ല അല്ലേ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടെസ്റ്ററിൻ്റെ ആവശ്യം അവിടെ വരുന്നുണ്ട്, ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട്. സോ അണ്ടർസ്റ്റാൻഡിങ് ദി ബിസിനസ് കോണ്ടെക്സ്റ്റ്, അത് മനസ്സിലാക്കാനായിട്ടും ഒരു ഹ്യൂമൻ ബീങ് വേണം. അതിൽ ഐഡൻറ്റിഫൈങ് അൺഎക്സ്പെക്റ്റഡ് യൂസർ ബിഹേവിയർ, ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ഒരു ആക്ച്വൽ ഹ്യൂമൻ തന്നെ വേണം. അപ്പോൾ ഇവാലുവേറ്റിംഗ് യൂസബിലിറ്റി അല്ലേ, ഇതൊക്കെ നമുക്ക് ഒരിക്കലും ഒരു AI ടൂൾ യൂസ് ചെയ്യുന്നത് മാത്രം അല്ലെങ്കിൽ ഓട്ടോമേഷൻ ടൂൾ യൂസ് ചെയ്യുന്നത് മാത്രമായിട്ട് ചെയ്യാനോ ഒക്കത്തില്ല. ആൻഡ് ഫൈനലായിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കിൽസ് QA പ്രൊഫഷണൽസ് ഷുഡ് ലേൺ ഇൻ 2026. എന്തൊക്കെയാണ്? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, API ടെസ്റ്റിംഗ്, ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്, CI/CD ബേസിക്സ്, AI അസിസ്റ്റഡ് ടെസ്റ്റിംഗ് ടൂൾസ് ആൻഡ് ബിസിനസ് ഡൊമൈൻ നോളജ്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മളുടെ സ്കിൽ സെറ്റിൽ ഉണ്ടായിരിക്കണം. ആൻഡ് പുതിയ ജോബ് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ റെസ്യൂമിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചാൻസസ് ഉണ്ട് കിട്ടാനായിട്ട്. സോ ദ കോമ്പിനേഷൻ ഓഫ് QA എക്സ്പെർട്ടൈസ് ആൻഡ് AI സ്കിൽസ് ഈസ് ബിക്കമിങ് വെരി വാല്യൂബിൾ. അപ്പോൾ ഒരിക്കലും AI മാത്രം കൊണ്ട് നിന്ന് പോകാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ AI ഇല്ലാണ്ട് ടെസ്റ്റിംഗ് നിന്ന് പോകാമെന്നോ ആരും വിചാരിക്കരുത്. ഇറ്റ് ഷുഡ് ബി എ കോമ്പിനേഷൻ, അല്ലെ, ഒരു കോംബോയാണ് AI പ്ലസ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. പ്ലീസ് ടെൽ മീ ഇൻ ദ കമൻറ്റ്, ഹൗ ഡു യു യൂസ് AI ഇൻ യുവർ ഡെയിലി ടാസ്ക്. അതുപോലെ നെക്സ്റ്റ് വീഡിയോ എന്ത് ടോപ്പിക്ക് വേണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയക്കുവോ, മെയിൽ അയക്കുവോ, അതല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഉണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ചെയ്താൽ മതി. നമ്മളതനുസരിച്ച് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും. Thank you so much for your time.